എൻ്റെ വീടിൻ്റെ ബാക്കിലുള്ള ഓക്സിജൻ പമ്പ് പാർട്ട് 2ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വിരസമായിരിക്കുന്നൊരു സന്ധ്യാസമയത്ത് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അപ്പോൾ ഞാൻ ആക്ച്വലി എൻ്റെ ഒരു ക്യാമറയുടെ 4K മോഡ് എങ്ങനെയുണ്ട് വർക്ക് ചെയ്യണമെന്ന കാര്യം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണത്. അപ്പോൾ എൻ്റെ വീടിൻ്റെ ഓക്സിജൻ പമ്പ് പാർട്ട് 2ലേക്ക് അവർക്കും സ്വാഗതം. അപ്പോൾ സന്ധ്യാനേരമായി നമ്മൾ വീടിൻ്റെ ബാക്കിലോട്ടൊന്ന് ഇറങ്ങട്ടെ. ഞാൻ അന്ന് കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ വീടിൻ്റെ ബാക്ക് കാണിച്ചു തന്നായിരുന്നു. ഇത് വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു ബാക്കാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അന്ന് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കിണർ എന്ന് പറയുന്നത് വളരെ വൃത്തിഹീനമായ കിണറായിരുന്നു. ആ കിണർ ഇപ്പോൾ വളരെ ഭംഗിയായിട്ടുള്ള കിണറുണ്ട്, അതൊരു ഹൈലൈറ്റാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഷെഡ് കാര്യങ്ങളൊക്കെ അവിടെ നമുക്ക് കാണാം. ഇപ്പം ഞാൻ വന്നതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങട്ടെ. പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇവിടുത്തെ വിഷ്വൽസ് നമുക്കൊന്ന് ഞാൻ 4Kയിൽ ഞാൻ കാണിച്ചു തരാം. ഡോർ അടയ്ക്കട്ടെ. ഓക്കെ, അപ്പോൾ കുറച്ച് 4K വിഷ്വൽസ് ഞാൻ കിട്ടുമെന്ന് നോക്കട്ടെ. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മുടെ വീടിന് ചുറ്റുമുള്ള ഒരു ഓക്സിജൻ പമ്പ് എന്ന് പറഞ്ഞ് കാണിച്ചു തന്നിരുന്നു. അന്ന് ഇത്രയും മാത്രം എന്താ പറയുക, വൃക്ഷനിബിഡമായിരുന്നില്ല. മഴയൊക്കെ പെയ്തിട്ട് ഇത്രയും മാത്രം വനസമാനം ആയിരുന്നില്ല എന്നുള്ളതാണ്. ഈ ഭാഗത്തൊക്കെ നമുക്ക് ഫുൾ കാട് കെട്ടി ഈ ചാലൊക്കെ അടഞ്ഞു പോയി. അന്ന് ഇത്രയും അത് ഞാൻ ഇവിടെ കുറച്ച് കുമ്പളങ്ങ കാണിച്ചു തന്നിരുന്നു. പക്ഷേ ഇന്ന് കുമ്പളങ്ങയൊക്കെ ഇല്ല. അതെല്ലാം നമ്മൾ പറിച്ച് ഉപയോഗിച്ചു. എന്നാലും ഇങ്ങനെ കാട് കെട്ടിയിട്ടുള്ള ഒരു വിഷ്വൽ എന്ന് പറയുന്നത് നല്ല രസകരമായിട്ടുള്ള വിഷ്വൽ തന്നെയാണ്. ഉണ്ടോ, സൂപ്പറല്ലേ? ഇത് നമുക്ക് കുറേ 4K സിനിമാറ്റിക് വിഷ്വൽസൊക്കെ എടുക്കാൻ സാധിക്കും. ഇങ്ങനെ കുറേ വിഷ്വൽസ് എടുക്കാൻ പറ്റും. ഓരോ പൂവിനും പുൽക്കൊടിക്കും ഒക്കെ എന്ത് ഭംഗിയാണെന്ന് ഞാൻ പൊതുവേ പറയാറുണ്ട്. അപ്പോൾ നമ്മുടെ പറമ്പിന് ചുറ്റും ഇങ്ങനെ നടന്നിട്ട് നമുക്ക് ഇതുപോലെ കുറേ മനോഹരമായിട്ടുള്ള വിഷ്വൽസ് കിട്ടും. ഈ ഒരു ചെടി കണ്ടില്ലേ, ഇതിൻ്റെ പൂക്കളൊക്കെ നോക്കൂ, എന്ത് ഭംഗിയാണ്. കണ്ടോ, എന്ത് ഭംഗിയാണ് നോക്കണേ. അതേപോലെ തന്നെ ഇതൊരു കമ്പിത്തിരി കത്തുന്ന പോലത്തെ ഒരു ചെടിയാണ്. അതിൻ്റെ പേര് അറിയുന്ന ആൾക്കാർ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇങ്ങനെ ഒരു മഞ്ചാടി മരമാണ് ഈ കാണുന്നത്, മഞ്ചാടി മരം. ഇത് നല്ല ഈ നമ്മുടെ കൃഷ്ണന് നിവേദ്യം കൊടുക്കുന്ന അല്ലേ, കൃഷ്ണന് നമ്മൾ നേർച്ചയായിട്ട് അർപ്പിക്കുന്ന മഞ്ചാടിക്കുരുവില്ലേ, ആ മഞ്ചാടിക്കുരുവിൻ്റെ മരമാണ് ഞാനിപ്പോൾ കാണിച്ചു തന്നത്. ഇതുണ്ട്. പിന്നെ നമ്മുടെ വലിയ തെങ്ങുണ്ട്, വീട്ടിൻ്റെ അടുത്ത് വലിയ തെങ്ങ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആ തെങ്ങും ആ നീലാകാശവും കൂടിയിട്ടുള്ള ആ ഒരു കോമ്പിനേഷൻ, സൂപ്പർ കോമ്പിനേഷൻ. എനിക്ക് എപ്പോഴും ഭയങ്കര ഇഷ്ടമായി ഇത്തരം വിഷ്വൽസ്. ഉണ്ടോ, നല്ല സ്കൈ, അതുമായി ബന്ധപ്പെട്ട മരങ്ങളൊക്കെ ഇങ്ങനെ ആ സ്കൈയുടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടോ. ഒപ്പം തന്നെ മഞ്ചാടി മരത്തിൻ്റെ ഈ ഒരു മനോഹാരിത എല്ലാം കൂടെ നോക്കുമ്പോൾ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ദൃശ്യചാരുത തരുന്ന ഒരുപാട് വിഷ്വൽസാണ്. അതേപോലെ തന്നെ ഈ ഒരു സൈഡിലും കാണാം മറ്റൊരു മഞ്ചാടി. ഉണ്ടോ, മഞ്ചാടി നമ്മുടെ കണ്ണൻ്റെ ഇഷ്ടപ്പെട്ട മഞ്ചാടിക്കുരുവിൻ്റെ സ്രോതസ്സാണ്. അതായത് കാട് പിടിച്ച് കിടക്കുന്നുണ്ട്. നമ്മുടെ കുടുംബശ്രീ ചേച്ചിമാർ വന്ന് വൃത്തിയാക്കിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കാട് വെട്ടിയാൽ ഈ ഒരു മനോഹാരിത കിട്ടില്ല. ഈ പറഞ്ഞ പോലെ നല്ലൊരു ഈ ഓക്സിജൻ പമ്പ് എന്നുള്ള സംഭവം നമുക്ക് കിട്ടില്ല. അതൊരു ചെറിയ പ്രശ്നമാണ്. ഇവിടെ ഒരു കുമ്പളങ്ങ ഉണ്ട് കേട്ടോ, ഈ സൈഡിൽ ഇതുണ്ടോ, കുമ്പളം അല്ലെങ്കിൽ കുമ്പളങ്ങ എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡിൽ തൊട്ടൊരു കുമ്പളം കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ ഈ മുരിങ്ങമരം കണ്ടോ, ഈ മുരിങ്ങമരം ഇതിന്നും ഒരു നൊസ്റ്റാൾജി ഉണ്ട് നമുക്ക്. എഗെയിൻ ഈ സ്കൈ ഉണ്ടോ, ഈ സ്കൈ, ഈ തെങ്ങിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള സ്കൈ, ഇതെല്ലാം കാണുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. അവിടെ പ്ലാവ്, അപ്പുറത്തൊരു ഒറ്റ പന കാണാമുണ്ടോ, ആ പന. ഇതൊക്കെ അപ്പം എൻ്റെ പഴയ ചില ഒരു 2021 റെയിൻ വീഡിയോസ് എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോസിനകത്ത് ഞാൻ ഈ സ്കൈയുടെ വിഷ്വൽസ് എല്ലാം ഞാൻ ഭംഗിയായിട്ട് കാണിച്ചു വന്നിരുന്നു. അപ്പോൾ അതിൻ്റെ മേലെ നമ്മുടെ ടാങ്കും എല്ലാം കൂടെ ഒരുമാതിരി ഒരു ഭീകര എക്സ്പീരിയൻസ് അല്ലേ കാണുന്നു നോക്കൂ. അപ്പോൾ നമുക്കിങ്ങനെ നമ്മുടെ ചുറ്റും, വീടിന് ചുറ്റും തന്നെ ഒന്ന് ഇറങ്ങിയാൽ പോലും നമുക്കൊരു ചിലവഹരമായിട്ട് കുറേ കാഴ്ചകൾ നമുക്ക് കിട്ടുന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നുണ്ടോ. ഓക്കെ, പിന്നെ എഗെയിൻ നമ്മുടെ ഈ ഭാഗത്ത് ഞാൻ കാണിച്ച സംഭവങ്ങളിലേക്കൊന്ന് ഇറങ്ങാം. പക്ഷെ നല്ല കൊതുകളുണ്ടാവും, അതാണ് വലിയൊരു പ്രശ്നം. എൻ്റെ വീട്ടിലെ ഓക്സിജൻ പമ്പ് എന്ന് പറഞ്ഞ വീഡിയോക്കകത്ത് ഞാൻ ഈ കിണർ കാണിക്കുന്നുണ്ട്. പക്ഷേ കിണർ അന്ന് പെയിൻ്റൊന്നും അടിക്കാതെ മെയിൻറ്റെയിൻ ചെയ്യാതെ വൃത്തിഹീനമായി കിടക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് വൃത്തിയായിട്ട് പെയിൻ്റൊക്കെ അടിച്ച് വൃത്തിയായി വെച്ചിട്ടുണ്ട്. പക്ഷേ എന്തായാലും ഇല പൊഴിയുന്ന മരം എന്ന് പറഞ്ഞ സിൻഡ്രോം ഉണ്ട്, അത് നമുക്കൊന്നും ചെയ്യാൻ നിവൃത്തിയില്ല. പിന്നെ ഈ കിണറിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ പോലും ഈ ആകാശം എന്നും നമ്മുടെ വീക്ക്നെസ്സാണ്. അതുകൊണ്ട് ഈ ഒരു ഫ്രെയിം എന്തൊരു ഫ്രെയിമെന്ന് അറിയാമോ? വാവ്, എഗെയിൻ ബ്യൂട്ടി എന്ന് പറയുമ്പോൾ ഒടുക്കത്തെ ബ്യൂട്ടിഫുൾ ഫ്രെയിമാണത്. ഓഹ്, എന്ത് രസം എന്നറിയാമോ, സൂപ്പർ. നമ്മളെഗെയിൻ നമ്മുടെ ഈ സൈഡിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഇത് ഞാനന്ന് കാണിച്ചിരുന്നത് നമ്മുടെ വീട്ടിൻ്റെ ബാക്കിലുള്ള ഓക്സിജൻ പമ്പ് എന്നുള്ള സംഭവങ്ങൾ തന്നെയാണ്. ഇവിടെ കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടുണ്ട് ഇപ്പോൾ കാഴ്ചകൾ. കുറച്ചും കൂടെ എന്താ പറയുക,
കുറച്ചുകൂടെ പുല്ലും എല്ലാം നിറഞ്ഞ് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ആംബിയൻസിലോട്ട് ഇത് പോയിട്ടുണ്ട്. അന്ന് ഇത്രയും മാത്രം പുല്ലുണ്ടായിരുന്നില്ല. ഞാനൊരു 2 മാസം മുമ്പേ എടുത്ത വീഡിയോ ആയിരുന്നില്ല അത്. ഇവിടെ കുറച്ച് റിനോവേഷൻസ്, ബാക്കിലൊരു കൺസ്ട്രക്ഷനൊക്കെ നടക്കുന്നുണ്ട് അയൽവാസികളുടെ. അപ്പോൾ ഇവിടെ കുറച്ചുകൂടെ തുറന്നൊരു സ്ഥലമായി മാറിയിട്ടുണ്ട്. ഈ തെങ്ങ് കുറച്ച് കാലങ്ങളായിട്ട് ഇങ്ങനെയാണ്. അതിനകത്ത് വെളിച്ചമൊന്നും കിട്ടാതെ ഫുൾ ടണലല്ലേ നിൽക്കുന്നത്. നമ്മളതിന് വലിയ കാര്യമായിട്ടുള്ള മെയിൻ്റനൻസും കൊടുക്കുന്നതുമില്ല. അതൊരു പ്രശ്നമുണ്ട്. തെങ്ങിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നടക്കുമ്പോൾ ഇവിടെയൊക്കെ ഫുള്ള് പുല്ലായിട്ടോ. അന്ന് ഇത്രയൊന്നും പുല്ലുണ്ടായിരുന്നില്ല. അയ്യോ, കാലിലൊക്കെ നല്ല പുല്ല് കയറിയിട്ട് സീനാണ്. ഓക്കെ, ഇവിടെ ഒരു ചിലന്തിക്കുട്ടൻ അവനിങ്ങനെ വല കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, കാണണ്ടോ നിങ്ങൾക്കൊന്നും അറിയില്ല. കാണുണ്ടോ? ആ അതാ കാണണ്ടോ? അതാ ഓടി ഓടി. ഓക്കെ, അപ്പോൾ നമ്മുടെ ബാക്ക് ഇങ്ങനെയാണ്. കണ്ടോ, സൂപ്പറായിട്ടുള്ള ഒരു നേച്ചറാണ്. എഗെയിൻ ഇവിടെ നമ്മൾ പറഞ്ഞ നമ്മുടെ വീക്ക്നെസ് ആയിട്ടുള്ള സ്കൈ ആൻഡ് ട്രീ ഫ്രെയിം ഇഷ്ടംപോലെ കാണാം. സ്കൈ ആൻഡ് ട്രീ ഫ്രെയിം ഇഷ്ടംപോലെ കാണാം. കേട്ടോ, സൂപ്പറാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. അവിടെ ഇങ്ങനെ കുറേ പൂവും പുൽനാമ്പുകളും പുൽക്കൊടികളും എല്ലാം നമുക്ക് ശുദ്ധമായിട്ടുള്ള ഓക്സിജൻ വിതരണം ചെയ്യുന്ന ഒരു സ്രോതസ്സുകൾ തന്നെയാണ്. ഇതൊരു കുരുമുളക് വള്ളിയാണ് കേട്ടോ. നമ്മുടെ ഒരു പുളിമരമുണ്ട്. ഈ പുളിമരത്തിന് മേലോട്ട് ഇങ്ങനെ പടർന്ന് കയറി പോകുന്നൊരു കുരുമുളക് വള്ളിയാണത്. ഈ പുളിമരവും നമുക്ക് നല്ലൊരു ഓക്സിജൻ തരുന്നൊരു സംഭവം തന്നെയാണ്. അങ്ങനെ പുളിമരത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലെ വിഷ്വൽസിൽ നമ്മൾ വന്നിട്ട് ഇവിടെ സൈഡിൽ ചെമ്പരത്തിപ്പൂ കാണാം. ആ ചെമ്പരത്തിപ്പൂവിനടുത്ത് പോകാൻ കുറച്ചൊരു സാങ്കേതിക പ്രശ്നം. ഫുൾ കാടൊക്കെയാണ്. ആ ദൂരെ കാണുന്ന ചെമ്പരത്തിപ്പൂ കണ്ടോ. അടുത്തോടെ നിന്ന് പോകാൻ നമുക്ക് ട്രൈ ചെയ്യാം. നോക്കട്ടെ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഒരു സായം സന്ധ്യയിൽ എൻ്റെ വീടിൻ്റെ ചുറ്റുമുള്ള ഓക്സിജൻ പമ്പ് എന്നുള്ള വീഡിയോയുടെ സെക്കൻഡ് പാർട്ടിലേക്ക് അവർക്കും സ്വാഗതം. ഫസ്റ്റ് പാർട്ട് കാണാത്ത ആൾക്കാർ ദയവേത് ഫസ്റ്റ് പാർട്ട് കൂടെ കാണുക. തൊട്ട് ഒരു 3-4 വീഡിയോസ് താഴെ കാണാൻ സാധിക്കും. ഓക്കെ, സോ സ്റ്റേ ട്യൂൺ. ലാസ്റ്റ് ഒരു പറ്റം കൊതുക്കൾ നമ്മളെ തൊടിയിൽ നിന്ന് മാറ്റിപ്പായിച്ച് വന്നു. വയസ്സ് കൊതുകൾ എന്നെ വേട്ടയാടി വിളയാടി ഞാൻ രക്ഷപ്പെട്ടു വന്നു. ഒരു രക്ഷയില്ല. അയ്യോ, അവിടെ ഞാൻ രക്ഷപ്പെട്ടു വന്നതാ. ആ ഭാഗത്ത് നിന്ന് കൊതുകിനെ ഓടിച്ച്. മലേറിയ ഡെങ്കു വരുമെന്ന് എനിക്കറിയില്ല. അതേപോലെ നമ്മുടെ വീടിൻ്റെ ബാക്കിലുള്ള ഈ ഒരു വർക്ക് ഏരിയയിൽ ഇരിക്കുകയാണ്. ഇവിടെ നിർത്താത്ത സാധനങ്ങളൊന്നുമില്ല. എന്നാലും ആ നിർത്തിയ സാധനങ്ങളുടെ ഇടയിൽ കൂടെ ഞാനും ഒരു സാധനമായിട്ട് ഇവിടെ ഇരിപ്പാണ് ഗൈസ്. അപ്പോൾ കുറച്ച് സമയം നേരത്തെ കൊതുക്കളൊക്കെ എൻ്റെ പുറകെ തന്നെ ഉണ്ട് കേട്ടോ. ആഹാ, ബെസ്റ്റ്. മാറ്റ് കത്തിച്ച് വെക്കണം. 1 മിനിറ്റ് നോക്കട്ടെ. അങ്ങനെ ഞാൻ നമ്മുടെ മോസ്കിറ്റോ കോയിൽ എടുത്തിട്ടേ ഒന്ന് കാത്തിക്കട്ടെ. അതില്ലെങ്കിൽ ഒരു പറ്റം കൊതുകൾ എൻ്റെ ഒപ്പം തൊടിയിൽ നിന്നും അകത്തേക്ക് കയറിയിട്ടുണ്ട്. അവന്മാർ നമ്മളെ പരിപ്പടക്കും. കത്തിച്ച് വെച്ചാലും കാര്യമില്ല. അവന്മാർ ഏകദേശം കുറേ അകത്ത് കയറിയിട്ടുണ്ട്. എന്നാലും അവന്മാർ കുറച്ചൊന്നും രക്ഷപ്പെട്ട് നമ്മുടെ നിന്ന് അങ്ങനെ പറയാം. അതങ്ങനെ. അപ്പോൾ ഇങ്ങനെ സായം സന്ധ്യ സമയത്ത് നമുക്കിങ്ങനെ ഈ പുറത്തുള്ള കാഴ്ചകൾ നോക്കി നിൽക്കുന്നത് ശരിക്കും ഒരു ഇവിടെ നോക്കുമ്പോൾ ഒരു രസമാണ്. മഴയൊക്കെ പെയ്യുന്ന സമയത്ത് നല്ല ഭംഗിയായിരുന്നു. അന്ന് എനിക്ക് വീഡിയോസ് കാണിച്ചു തരാൻ പറ്റിയില്ല. ഇത് ഈവനിങ് സമയത്ത് നമ്മുടെ വർക്ക് ഏരിയയിൽ നിന്നുള്ള ഒരു സീനാണ് ഇങ്ങനെ കാണുന്ന സീൻ. സൂപ്പർ സീനാണത്.